വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ ഗ്രാഫിക് പ്രസൻറ്റേഷൻസിൻ്റെ എങ്ങനെ ഡ്രോ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സിമ്പിൾ ബാർ ഡയഗ്രാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ സിമ്പിൾ ബാർ ഡയഗ്രാം. 2 കോളംസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് കോളം സെയിൽസ്, റുപ്പീസ് 1000-ലാണ് അല്ലേ. നോക്കുക, ഇയർ 1995, 1996, 1997, 1998, 1999, 2000. റുപ്പീസ് 1000-ലാണ്. 42, 55, 65, 70, 72, 60. ഇതെങ്ങനെ നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിച്ച് ഡ്രോ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക അല്ലേ. ഉണ്ടോ, ഫസ്റ്റ് നമ്മൾ എക്സ് ആക്സസ് ആണ് വരയ്ക്കുക. എക്സ് ആക്സസ് വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഹൈറ്റ് അല്ലേ. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഹൈറ്റ് രൂപത്തിലാണ് എന്ത് വൈ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് എക്സ് നമ്മളുണ്ടോ നിലം അല്ലേ, നേരെ നടക്കുന്ന നിലം പോലെ നമുക്ക് കാണുന്നില്ലേ, ഇതാണെന്ത് എക്സ് ആക്സസ് എന്ന് പറയുക. ഇത് എക്സ് ആക്സസ് ഹൈറ്റ് പോലെ തോന്നുന്നതാണ് എന്ത് പറയുന്നത് വൈ ആക്സസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഈ സെൻറ്റർ വരുന്നില്ല, രണ്ടും കൂടി എക്സും വൈയും യോജിക്കുന്ന സ്ഥലം, അതിന് എപ്പോഴും വാല്യൂ എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. ഇനി നമുക്ക് എക്സിലെ ഓരോ സെൻറ്റിമീറ്റർ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വിഡ്ത്ത് അടയാളപ്പെടുത്തുക. ഉണ്ടോ, ഇതേപോലെ എന്താണ് സ്കെയിൽ അല്ലെങ്കിൽ പെൻ ഉപയോഗിച്ച് സ്കെയിലും പെൻസിൽ അല്ലെങ്കിൽ പെൻ ഉപയോഗിച്ചിട്ടാണെന്ത് നമ്മളിത് മാർക്ക് ചെയ്യുക. ഉണ്ടോ, ഇങ്ങനെ നമുക്ക് വളരെ ഭംഗിയിലാണെന്ത് ഗ്രാഫൊക്കെ വരയ്ക്കേണ്ടത്. വളരെ ഭംഗിയിലാണെന്ത് നമ്മുടെ ഈ ഗ്രാഫൊക്കെ വരയ്ക്കേണ്ടത്. ഉണ്ടോ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 2 കോളം ഇയർ ആണെന്ന് പറയുന്നത് ഈ എക്സ് കാറ്റഗറിയിൽ നമ്മൾ എഴുതുക. ഇയറിന് നമ്മൾ എഴുതി. ഫസ്റ്റ് ഇയർ നോക്കിക്കേ, 1995. അതിനുശേഷം ഒരു പോയിന്റ് വിട്ടതിന് ശേഷം അടുത്തത് എഴുതുക 1996. നെക്സ്റ്റും ഒരെണ്ണം വിട്ടിട്ട് എഴുതുക 1997. നെക്സ്റ്റും 1998. നെക്സ്റ്റ് 1999. നെക്സ്റ്റ് 2000. നമ്മൾ ഇയർ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വൈ ആണ്. വൈ നമുക്കിവിടെ സെയിൽസ് ആണ് തന്നിരിക്കുന്നത്, അതും ഇതേപോലെ വിഡ്ത്ത് പോലെ മാർക്ക് ചെയ്യണം. 1 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് വരച്ച് ചെയ്യുമ്പോൾ വളരെ കാണാൻ ഭംഗി എന്ന രീതിയിലാണെന്ന് നമ്മളിത് എൻ്റർ ചെയ്യുക. വൈ നമുക്ക് എന്താണ് സെയിൽസ് ആണ്. ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ നോക്കിക്കേ, നമുക്ക് ക്വസ്റ്റിൽ തന്ന 42 ആണ്. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കിക്കേ, 70 ആണ്. ഒന്നെങ്കിൽ നമുക്ക് 10, 20, 30, 40, 50, 60, 70, 80, 90 ഇങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാം. ഇനി നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് നോക്കിക്കേ, ഫസ്റ്റ് ഇയർ നോക്കിക്കേ, 1995 ആണ് ഇയർ അല്ലേ. അതിൻ്റെ സെയിൽസ് നമുക്ക് നോക്കി 42 ഉണ്ടോ. 1995 സെയിൽസ് എത്രയാണ് നമുക്ക് 42 ഉണ്ടോ. ഇങ്ങനെ നമുക്ക് 42 വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഉണ്ടോ, ഇത് തമ്മിൽ 42 മാർക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ചെയ്തു. സെക്കൻഡ് നോക്കുക, ഇയർ 1996 ആണ് അല്ലേ. 1996 അതിൻ്റെ സെയിൽസ് എത്രയാണ് 55 ആണ് അല്ലേ. ഉണ്ടോ,
55 ഏകദേശം നമുക്ക് ഇവിടെ വരയ്ക്കാം അല്ലേ? ഉണ്ടോ? അവ തമ്മിൽ എന്ത് ചെയ്യണം? യോജിപ്പിക്കുക. ഉണ്ടോ? നെക്സ്റ്റ് 1997 65 ആണ്. 65 65. നെക്സ്റ്റ് 1998 നമുക്ക് തന്നിരിക്കുന്ന 70 ആണ് അല്ലേ? 70 ഉണ്ടോ? 70 നീറ്റായിട്ട് വരയ്ക്കാം. ഒരേ ഇതിലായിരിക്കണം വരയ്ക്കേണ്ടത്. 1999 72 അല്ലേ? 72. നെക്സ്റ്റ് 2000 എത്രയാണ്? 60 അല്ലേ? ഉണ്ടോ നമ്മൾ വരച്ചത്? ഉണ്ടോ? എല്ലാ ഇയറിലെയും ഉണ്ട് നമ്മൾ ബാറ് വരച്ചു. ഇനി എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് എഴുതി? ഇയർ ആയതുകൊണ്ട് ഇയർ എഴുതി. വൈ ആക്സിസിൽ നമ്മൾ എന്ത് എഴുതണം? സെയിൽസ്. ഉണ്ടോ? സെയിൽസ് എന്ന് എൻട്രി ചെയ്തു. അപ്പം നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം ഇങ്ങനെയാണ് ചെയ്യുക. ഹെഡിങ് എന്ത് എഴുതണം? സിമ്പിൾ ബാർ ഡയഗ്രാം. നമ്മുടെ ഏറ്റവും മുകളിൽ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന ഏറ്റവും മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? എഴുതുക. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാമാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇയർ, ആർട്സ്, കൊമേഴ്സ്, സയൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. പ്രിപ്പയർ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാമാണ്. നമുക്ക് ഇയർ തന്നിട്ടുണ്ട്. ഇയറിൽ ആർട്സ്, കൊമേഴ്സ്, സയൻസ് അല്ലേ? ഇയർ 1997 തന്നിട്ടുണ്ട്, 98 തന്നിട്ടുണ്ട്, 99 തന്നിട്ടുണ്ട്. നമുക്കിത് സബ് ഡിവൈഡ് ബാർ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇയറും പിന്നെ എന്താണ് ആർട്സ്, കൊമേഴ്സ്, സയൻസ് ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇയർ നമുക്കറിയാം. നിരപ്പായി ലൈനിൽ വരുന്നല്ലേ? ഇവിടെ സെൻറ്ററിൽ 0 എന്ന് കൊടുത്തു. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. 1 സെൻറ്റിമീറ്റർ അകലത്തിൽ വരച്ചാൽ വളരെ മനോഹരമാകുന്ന രീതിയിലാണ് നമ്മളത് ചെയ്ത് വെക്കുന്നത്. ഇനി അതുപോലെ തന്നെ വൈ ആക്സസിൽ, വൈ എന്ന് പറഞ്ഞാൽ വൈ ആക്സസ് ആണ്. എക്സ് ആക്സസ് എന്ന് എഴുതാം, അല്ല വൈ ആക്സസ് എന്ന് എഴുതാം. ഇയറാണ് നമ്മൾ എക്സ് ആക്സസിൽ എഴുതുന്നത്. ഇയർ നമുക്ക് തന്നിരിക്കുന്നത് നോക്കിക്കേ. ഫസ്റ്റ് ഇയർ 1997, നെക്സ്റ്റ് ഇയർ 1998, നെക്സ്റ്റ് ഇയർ 1999. അതേപോലെ തന്നെ നമുക്കിവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഇതിൽ മൊത്തം നോക്കിക്കേ 100 ആണ്. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 300 ആണെന്നറിയാം ഇല്ലേ? ഇനി നോക്കാം. 1997 ആർട്സ് 300, കൊമേഴ്സ് 200, സയൻസ് 100, 6 അത് കൂട്ടുമ്പോൾ എത്ര ഒരു 600 ആണ് അല്ലേ? നെക്സ്റ്റ് നോക്കുക. 1998 200, 250, 200 അല്ലേ? 250, 250 എത്രയാണ്? 500. 500 + 200 എത്രയാണ്? 700. അവിടെ 700 വന്നു അല്ലേ? നെക്സ്റ്റ് 99 250, 300, 500 അല്ലേ?
അത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 750 വരും അല്ലേ? ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 750 ആണ്. ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ്? 100 ആണ്. അപ്പം നമുക്ക് 100ൻ്റെ പാറ്റേൺസ് ആയിട്ട് എഴുതാം. 100, 200, 300, 400, 500, 600, 700, 800 ഇവിടെ വരെ നമുക്ക് ആവശ്യമുള്ളൂ. 750 വരെ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നോക്കാം 1997 നോക്കിക്കേ. ആർട്സ് എത്രയാണ്? 300, കൊമേഴ്സ് 200, സയൻസ് 100. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 600 ആണ്. അപ്പം നമുക്ക് നോക്കാം 600 വരുന്നത്. ഇനി ആദ്യം ഒന്ന് വരച്ച് നോക്കാം. ഉണ്ടോ? 600 വരുന്നത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ അടയാളപ്പെടുത്തി. ഇതിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിരുന്ന ആർട്സ് എത്രയാണ് വരിക? 300. ഇവിടെ നിന്ന് ആർട്സ് എത്രയാണ്? 300 ആണ്. അവിടെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഏതാണ്? 200. 300ന് വീണ്ടും 200 ആഡ് ചെയ്തു അല്ലേ? ഉണ്ടോ? എവിടെ വരും? 500ൽ വരും 200 ആഡ് ചെയ്യുമ്പോൾ അല്ലേ? നെക്സ്റ്റ് ഏതാണ്? 100. നെക്സ്റ്റ് 1998 നോക്കുക. ഫസ്റ്റ് ടോട്ടൽ എത്ര വരിക? 250 പ്ലസ് 250 പ്ലസ് 200 എത്രയാണ്? 700. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? 700ലേക്ക് നമ്മൾ വരയ്ക്കുന്നു. 700ലേക്ക് നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ഉണ്ടോ? 700 വരച്ചു. ഇനി ഫസ്റ്റ് ഏതാണ്? ആർട്സ് എത്ര? 250 ഉണ്ടോ? 250 നമ്മളിവിടെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ നിന്ന് 250 വീണ്ടും അല്ലേ? അവിടെ എവിടെയും മാർക്ക് ചെയ്യണം? 500ന് നേരെ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് എത്രയാണ്? 200 അല്ലേ? അതേപോലെ തന്നെ 1999 വരയ്ക്കാം. 250 പ്ലസ് 300 പ്ലസ് 200 തന്നെ 750 ആണ് അല്ലേ? ആഡ് ചെയ്യുമ്പോൾ 750ലേക്ക് നമ്മൾ വരയ്ക്കുന്നു. ഉണ്ടോ? അപ്പോൾ നമ്മൾ യോജിപ്പിക്കുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? യോജിപ്പിക്കുന്നു അല്ലേ? ഇനി അതിലെ ഫസ്റ്റ് നോക്കിക്കുക 250. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു അല്ലേ? ഇനി 250ൽ വീണ്ടും എത്ര വരുന്നുണ്ട്? 300 വരുന്നുണ്ട് അല്ലേ? ഇവിടെ നിന്ന് 300ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം അല്ലേ? 300ലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ എത്ര വരും? നമുക്കറിയാം 550 അല്ലേ? ഇവിടെ മാർക്ക് ചെയ്യാം അല്ലേ? നെക്സ്റ്റ് 200 അല്ലേ? ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ നമുക്ക് ഓരോ ബാർ വരയ്ക്കാം. ഇനി ആർട്സിന് മാത്രം ഒരു ഷെയ്ഡ് കൊടുക്കുക. കേട്ടോ? ആർട്സിന് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാ ഇയറിലും ആർട്സിന് എന്ത് ചെയ്യുന്നു? ഒരു ഷെയ്ഡ് മാത്രം കൊടുക്കുന്നു. ഉണ്ടോ? എല്ലാ ഇയറിലും ആർട്സിന് മാത്രം ഒരു സെയിം ഷെയ്ഡുകളാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് കൊടുക്കുക. ആർട്സിന് ഒരു സെയിം ഷെയ്ഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി കൊമേഴ്സിന് മറ്റൊരു ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്. ഉണ്ടോ? മറ്റൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. സയൻസിന് ഞാൻ ഷെയ്ഡൊന്നും കൊടുക്കുന്നില്ല. ഇനി അതെന്ത് എഴുതണം? ഇവിടെ എഴുതണം. നമുക്ക് ഓരോ ഷെയ്ഡുകൾ കൊടുക്കാം. ഇതിന് ആർട്സ് എന്ന് കൊടുക്കുന്നു. ആർട്സ് അങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ഇങ്ങനെയല്ലേ ഷെയ്ഡ് ചെയ്യുന്നത്? നെക്സ്റ്റ് കൊമേഴ്സിന് നമ്മൾ എന്താ ഷെയ്ഡ് ചെയ്തേ? ആ ഷെയ്ഡ് കാണിക്കുക. നെക്സ്റ്റ് സയൻസ് നമ്മൾ ഷെയ്ഡ് ചെയ്തില്ല. സയൻസ്, കൊമേഴ്സ്, ആർട്സ്. ഇനി നമുക്ക് എന്താ എഴുതാനുള്ളത്? എക്സ് ആക്സിസിൽ നമ്മൾ എന്താ എഴുതി? ഇയർ എഴുതി. വൈ ആക്സിസിൽ നമ്മൾ എന്താ എഴുതിയത്?
ആർട്സ്, സയൻസ്, കൊമേഴ്സ്. ആർട്സ്, കൊമേഴ്സ്, സയൻസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്ന് എഴുതുക. ഹെഡിങ് മുകളിൽ എഴുതാം സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്ന്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു.